മസിൽ ബിൽഡിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റെറോൺ ആണ്. അത് ആണുങ്ങളുടെ ശരീരത്തിലാണ് കൂടുതൽ, പെണ്ണുങ്ങളുടെ ശരീരത്തിൽ കൂടുതലും ഈസ്ട്രജൻ ആണ്. നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ ആണുങ്ങളെ പോലെ നിങ്ങൾ ബൾക്കി ആവില്ല. വൈ വിമൻ ഷുഡ് ലിഫ്റ്റ് വെയിറ്റ്? റീസൺ നമ്പർ 1, ഇറ്റ് ഈസ് ദി മോസ്റ്റ് എഫക്റ്റീവ് എക്സസൈസ് ഫോർ ഫാറ്റ് ലോസ്. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ മസിൽ ഡാമേജ്ഡ് ആവും, ബോഡി ആ ഡാമേജ്ഡ് ആയ മസിൽ റിപ്പയർ ചെയ്യാൻ പോകും. അപ്പൊ ഈ റിപ്പയറിംഗിന്റെ പ്രോസസ്സിൽ കാലറി ബേൺ ചെയ്യുന്നുണ്ട്. ദർ ആർ 2 types of burn, ആക്റ്റീവ് ബേൺ ആൻഡ് പാസീവ് ബേൺ. വെയിറ്റ് ട്രെയിനിങ്ങിൽ ആക്റ്റീവ് ബേണും ഉണ്ട്, പാസീവ് ബേണും ഉണ്ട്. ഞാൻ ആ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണ സമയത്തും എന്റെ ബോഡി കാലറി ബേൺ ചെയ്യുന്നുണ്ട്, അതിനുശേഷം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും കാലറി ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസൺ നമ്പർ 2, ഹെൽപ്പ് ഷേപ്പ് യുവർ ബോഡി. റീസൺ നമ്പർ 3 ഇസ് ഫങ്ഷണൽ സ്ട്രെങ്ത്. 40 years ഒക്കെ കഴിയുമ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് മച്ച് മോർ ഇൻ വിമൻ. നമ്മളൊന്ന് താഴെ വീഴേണ്ട, നമ്മുടെ എല്ല് പൊട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വരാനുള്ള ചാൻസസ് ഇസ് കമ്പാരിറ്റീവ്ലി ലെസ്. ദാറ്റ് ഇസ് ബിക്കോസ് our bone density is less. Weight training helps in improving our bone density and bone strength. It is always said that better muscle mass is equal to better bone